സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാതി, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത് 5 പരാതികളാണ്. അതിലേറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട്. അതിനു മുൻപാണ് അവന്തിക എന്ന ട്രാൻസ്ജെൻഡർ ആരോപണം ഉന്നയിച്ചു വന്നത്. അവന്തിക ഓഗസ്റ്റ് 1-ാം തീയതി ഒരു ടെലിവിഷൻ റിപ്പോർട്ടറുമായി നടത്തിയ സംഭാഷണ ശകലമാണ് വലിയ സ്വയം ന്യായീകരിക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തത്. പക്ഷേ ചോദ്യം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. മറ്റ് 4 ആരോപണങ്ങളിൽ എന്താണ് മറുപടി ഇല്ലാത്ത രാഹുലിനെ കണ്ടു. രാജിയുണ്ടോ? മറുപടി ഇല്ലാത്ത രാഹുലിനെയാണ് കണ്ടത്. പക്ഷേ AICC നേതൃത്വവും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വവും രാഹുലിൻ്റെ രാജിക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇനി എപ്പോഴാണ് ഈ തീരുമാനം എന്നത് മാത്രം അറിഞ്ഞാൽ മതി. എന്താണ് ദില്ലിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത് സ്വാതി? സിജു, തീർച്ചയായും ഈ വിഷയത്തെ ഗൗരവമുള്ള വിഷയമെന്ന് തന്നെയാണ് ഇപ്പോൾ KC വേണുഗോപാലും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെയും KCയും അതോടൊപ്പം AICC വൃത്തങ്ങളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ചും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കൃത്യമായ നടപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ഇപ്പോൾ KC ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുമ്പോൾ പാർട്ടി നേതാക്കൾ കൂടുതൽ ആശയവിനിമയം നടത്തുകയാണ് എന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചത്. അതായത് രാവിലെ പറഞ്ഞ പോലെ തന്നെ സണ്ണി ജോസഫും ഹൈക്കമാൻഡുമായി കൃത്യമായ ചർച്ചകൾ നടന്നു. ആ ചർച്ചയുടെ ഭാഗമായി തന്നെ AICC ഒരു നിർദ്ദേശം KPCC നേതൃത്വത്തിന് നൽകിക്കൊണ്ട് ഒരു പൊതു നിലപാട് അറിയിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു അന്തിമ തീരുമാനം KPCC തന്നെ അറിയിക്കുവാൻ വേണ്ടിയാണ് നിർദ്ദേശം നൽകിയത്. അതിന്റെ ഭാഗമായുള്ള കൂടിയാലോചനകൾ നടക്കുകയാണെന്നും ആശയവിനിമയം തുടരുകയാണ് എന്ന് തന്നെയാണ് KC വേണുഗോപാലും പറഞ്ഞു വെച്ചത്. അതായത് രാജിയിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള നിലപാടിൽ കടുപ്പിച്ച് തന്നെയാണ് നേതാക്കൾ ഉള്ളത്. AICCയും KPCCയും രാജി ആവശ്യം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. രാജി ഉടൻ ഉണ്ടാകും എന്നുള്ള സൂചന തന്നെയാണ് നമുക്കും ഇപ്പോൾ പുറത്തുവിടാൻ വേണ്ടി കഴിയുന്നത്. മാത്രമല്ല, ഇപ്പോഴും രാജി വിഷയം തള്ളിയിട്ടില്ല. KC വേണുഗോപാൽ പറഞ്ഞത് ആശയവിനിമയം തുടരുകയാണ് എന്നാണ്. അത്തരത്തിൽ KPCCയുമായി ബന്ധപ്പെട്ട മുതിർന്ന നേതാക്കൾ അതോടൊപ്പം രാഷ്ട്രീയകാര്യ സമിതി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ തുടരുകയാണ്. അതിനിടെയാണ് രാഹുൽ ഈ വിഷയത്തെ വീണ്ടും ന്യായീകരിച്ചുകൊണ്ട് പ്രതിരോധിക്കുവാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാജിക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകാത്ത സ്ഥിതിയാണ് നിലവിലും ഉണ്ടാകുന്നത് എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതായത് നേതാക്കളുടെ ഭാഗത്തു നിന്നും കൃത്യമായും രാജിവെക്കണമെന്ന നിർദ്ദേശം രാഹുലിനടക്കം നൽകിയിട്ടുണ്ടാകാം. പക്ഷേ രാഹുൽ ഈ വിഷയത്തെ പ്രതിരോധിച്ചും ന്യായീകരിച്ചും കൂടുതൽ ഈ വിഷയത്തെ വഷളാക്കുവാൻ തന്നെയാണ് ഇപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ ശ്രമിച്ചിട്ടുള്ളത്. അവന്തികയുടെ ആരോപണം മാത്രമാണ് ഈ വിഷയത്തിൽ രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നത്. എങ്കിൽ പോലും മറ്റ് ആരോപണങ്ങൾ തെളിവ് സഹിതം മുന്നിൽ നിൽക്കുകയാണ്. ആ വിഷയങ്ങളിലൊന്നും തന്നെയും ഒരു പ്രതികരണം നടത്തുവാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഗുരുതരമായിട്ടുള്ള വിഷയമാണ് എന്ന് ഇപ്പോൾ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെച്ചതും അതാണ്. ഈ വിഷയം ഗൗരവകരമാണ്. ഇതിൽ നിന്നും ഒളിച്ചോടാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ന്യായീകരണങ്ങൾക്ക് കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ അതേസമയം തന്നെ രാഹുൽ ഇതൊന്നും സമ്മതിക്കാതെ വീണ്ടും ഈ കള്ളത്തരങ്ങൾക്ക് മേൽ നുണകൾക്ക് മേൽ വീണ്ടും നുണക്കോട്ടകൾ കെട്ടിക്കൊണ്ടുള്ള ഒരു പ്രതികരണത്തിലേക്ക് രാഹുൽ പോകുന്നു എന്നുള്ളതാണ് ഈ നേതാക്കളെ സംബന്ധിച്ച് കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നത്. രാജി തീരുമാനം സംബന്ധിച്ച് പിന്നോട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നത്. ഉടൻ രാജി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. സിജു, ശരി. സ്വാതി സന്തോഷാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.